ഇന്നത്തെ പണിപ്പുര ടാസ്ക് മറ്റുള്ള പണിപ്പുര ടാസ്കുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ക്യാപ്റ്റനോട് ഇത്തവണ ക്യാപ്റ്റന്റെ കൂടെ ഒരു സഹായിയെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അതിനായി ക്യാപ്റ്റൻ നെവിൻ ബിന്നിയെ സെലക്ട് ചെയ്തു. പിന്നീട് എല്ലാവരോടും ഗാർഡൻ ഏരിയയിലേക്ക് പോകുവാൻ പറഞ്ഞു. ഇന്നത്തെ പണിപ്പുര ടാസ്ക് വൈൽഡ് കാർഡ് എൻട്രീസ് പണിപ്പുരയിൽ കയറിയതിനു ശേഷമായിരുന്നു ടാസ്ക് തുടങ്ങിയത്. 3 ഘട്ടമായിട്ടായിരുന്നു അവരുടെ മത്സരമുണ്ടായിരുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ അവർക്ക് പണിപ്പുരയിലെ വസ്തുക്കളെല്ലാം എവിടെയാണ് നിൽക്കുന്നതെന്ന് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള സമയമായിരുന്നു. പിന്നീട് നെവിനും ബിന്നിക്കുമായിരുന്നു ടാസ്ക്. ഈ വൈൽഡ് കാർഡ് എൻട്രീസിന്റെ കണ്ണുകളെല്ലാം ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യുക എന്നതായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന ടാസ്ക്. 20 സെക്കൻഡ് ആയിരുന്നു സമയം. ബസർ ടു ബസറിന്റെ ഉള്ളിൽ അവരുടെ വസ്തുക്കളെല്ലാം എടുത്ത് പുറത്തോട്ട് വരിക എന്നതായിരുന്നു അവർക്കുണ്ടായിരുന്ന ടാസ്ക്. ബിന്നിയും നെവിനും വൈൽഡ് കാർഡ് എൻട്രീസിന്റെ കണ്ണുകൾ വളരെ ഭദ്രമായി തന്നെ അടച്ചുകെട്ടി. ഇടയ്ക്കിടെ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു നെവിനോടും ബിന്നിയോടും, അവർ എടുക്കുന്ന ഓരോ വസ്തുക്കളിലും നിങ്ങൾക്കുള്ള പണിയാണുള്ളത്, അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം എല്ലാം ചെയ്യുക എന്നത്. ബിന്നി വളരെ ബ്രേവായി തന്നെ കളിച്ചു. ബിന്നി അവർ കെട്ടുന്നതിന് മുന്നേ സോഫയിലെല്ലാം കുറച്ച് വസ്തുക്കൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ബിന്നി ഹൈഡ് ചെയ്തു വെച്ചു. നെവിൻ മത്സരാർത്ഥികളെ സ്പ്ലിറ്റ് ചെയ്ത് പല ഇടങ്ങളിലേക്ക് മാറ്റി നിർത്തി. ബിന്നി മാക്സിമം അവൾക്ക് പറ്റുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഹൈഡ് ചെയ്തു വെച്ചു. ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷം അവർ പണിപ്പുര റൂമിൽ നിന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങി. ബസർ അടിച്ചതിന് ശേഷം വൈൽഡ് കാർഡ് എൻട്രീസ് അവരുടെ ടാസ്ക് ആരംഭിച്ചു. 1-2 സ്ഥലങ്ങളിൽ തപ്പിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇവർ എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. എന്നാൽ അവർ മാക്സിമം അവർക്ക് പറ്റാവുന്ന സാധനങ്ങളെല്ലാം കയ്യിൽ കിട്ടിയതുമായി പുറത്തോട്ടേക്ക് ഇറങ്ങി. വൈൽഡ് കാർഡ് എൻട്രീസ് തന്നെ പറഞ്ഞു, നമ്മൾ കണ്ണ് കെട്ടാതെ പോയതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ നമ്മൾ കണ്ണ് കെട്ടിക്കൊണ്ട് എടുത്തു വന്നു എന്ന്. ഇത്തവണ അവർ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിരിക്കുന്ന ബോംബ് സ്മോൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹൗസ് മേറ്റ്സിന് ചെറിയ പണിയായിരുന്നു ഇന്ന് കൊടുത്തത്. എന്നാൽ അവർ ഇത്രയും സാധനം എടുത്ത് കൊണ്ടുവന്നതിൽ നെവിനെതിരെ തിരിഞ്ഞിരിക്കുകയായിരുന്നു അക്ബറും ഷാനവാസും എല്ലാവരും. നമ്മൾ ഇത്രയും പേരുണ്ടാകുമ്പോൾ അവൻ എന്തിനാ ബിന്നിയെ വിളിച്ചു കൊണ്ടുപോയത്? പണിപ്പുര റൂമിൽ ഒരുപാട് ഹിഡൻ കള്ളികളുണ്ട്, അതിലെല്ലാം സാധനങ്ങൾ എടുത്തു വെച്ചാൽ മതിയായിരുന്നു. നെവിൻ അതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയുമില്ല. കാരണം നെവിൻ പോയതിനു ശേഷമായിരുന്നല്ലോ നമ്മളെല്ലാവരും പണിപ്പുര റൂമിൽ പോയി എല്ലാ ഹിഡൻ കള്ളികളും തുറന്നത്. അവൻ ഒരു ക്നാപ്പൻ ക്യാപ്റ്റനാണ്, യാതൊരുവിധ ബുദ്ധിയും വിവേകവും ഇല്ലാലോ എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ നെവിൻ എല്ലാവർക്കും തക്കതായ മറുപടി തന്നെ കൊടുത്തു. ഞാൻ എല്ലാവരെയും സ്പ്ലിറ്റ് ചെയ്തു. ബിന്നി അവൾക്ക് പറ്റാവുന്ന എല്ലാ സാധനങ്ങളും എടുത്തു കൊണ്ടുപോയി വെച്ചു. ആ സമയം കൊണ്ട് അത്രയൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ, അതെല്ലാം ഞങ്ങൾ വളരെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് എന്ന്. പിന്നെ കുരയ്ക്കുന്നവർ കുരയ്ക്കട്ടെ, എനിക്ക് അവർ പറയുന്നതൊന്നും ഒരു പ്രശ്നമല്ല. ടാസ്കിൽ ഇവർ പോയി മറ്റുള്ള വസ്തുക്കൾ എടുത്തു വന്നത് വൈൽഡ് കാർഡ് എൻട്രീസിന്റെ മിടുക്കാണ്, അംഗീകരിക്കാൻ പഠിക്കണം മറ്റുള്ളവർ എന്നാണ് നെവിൻ പറഞ്ഞത്. എന്നാൽ ബിന്നി വളരെ നൈസായി തന്നെ കളം മാറിയിരിക്കുകയാണ്. ബിന്നി പറഞ്ഞു, ഞാൻ എനിക്ക് പറ്റാവുന്ന സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി. എന്നാൽ അവർ അധികവും എടുത്തു വന്നത് നെവിൻ നിന്നിരുന്ന സ്ഥലത്ത് നിന്നുള്ളതാണ്. ആ കള്ളിയിലെ ഒരു സാധനം പോലും നെവിൻ മാറ്റാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കത് എടുക്കാൻ ഈസിയായി. ഞാൻ എൻ്റെ ഭാഗം വളരെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നെവിനെ കുറ്റപ്പെടുത്തി തന്നെ ബിന്നി പറഞ്ഞു. ബിന്നി കുറച്ചു നേരത്തിന് ശേഷം നെവിനോടും ഇത് പോയി പറഞ്ഞു, ഞാൻ എടുത്തു മാറ്റിയപ്പോൾ നിനക്കും എടുത്തു മാറ്റായിരുന്നില്ലേ എന്ന്. നെവിൻ പറഞ്ഞു, എത്രയ്ക്ക് ചെയ്താൽ മതി, ഇവർക്ക് കിട്ടേണ്ട സാധനങ്ങൾ ഇവർ കളിച്ച് നേടിയില്ലേ, ഇനി എന്താണ് പ്രശ്നമെന്നാണ് നെവിൻ ചോദിച്ചത്.